ഫ്രണ്ട്സ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. നമുക്ക് ഒരു കോഴിമുട്ട കൊണ്ട് ഒരു മാസത്തോളം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് കണ്ടു നോക്കാം. ആദ്യം കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. എന്നാൽ ശരി, വേഗം വീഡിയോ എന്താണെന്ന് കാണാം. ഒരു കോഴിമുട്ടയാണ് നമുക്കിതിന് ആവശ്യം വരുന്നത്. നമുക്ക് പൊട്ടിച്ചിട്ട് ഈ ബൗളിൽ തന്നെ ഇട്ട് കൊടുക്കാം. പൊട്ടിക്കുന്ന സമയത്ത് ഈ ബൗളിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകാൻ പാടില്ല. ഈ മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. ഒരു ഫോർക്ക് വെച്ചിട്ട് മിക്സാക്കി എടുത്താൽ മതി. ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ മുട്ടയുടെ യെല്ലോവും വൈറ്റും എല്ലാം ഒന്നിച്ച് ചേരുന്നത് വരെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടുതലാവണ്ട. ഇനി നമുക്കിത് ആവശ്യമുള്ളത് പഞ്ചസാരയാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. ഞാനൊരു 1/4 കപ്പിൽ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. ഞാൻ സ്പൂൺ വൈസ് ആണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി. വീണ്ടും ഒന്നും കൂടി മിക്സാക്കി എടുക്കാം. ഈ പഞ്ചസാര നല്ലോണം മെൽറ്റായിട്ട് വരണം. പഞ്ചസാരയുടെ അളവ് ഒരു 3 സ്പൂണെങ്കിൽ ഒരു മീഡിയം മധുരം ഉണ്ടാവുള്ളൂ. നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവിൽ മാറ്റം വരുത്താം കേട്ടോ. ഇത് നമുക്ക് ഇതിലോട്ട് കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ കുറച്ച് താഴെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. വീണ്ടും ഈ പഞ്ചസാര നല്ലോണം ഒന്ന് മെൽറ്റായിട്ട് കിട്ടണം. നിങ്ങൾ പഞ്ചസാര വലിയതാണെങ്കിൽ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അങ്ങനെ പഞ്ചസാരയിൽ മെൽറ്റായിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1/4 കപ്പ് റവ ചേർക്കുന്നുണ്ട്. വറുക്കാത്ത റവയാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. വറുക്കേണ്ട ആവശ്യമില്ല. വീണ്ടും ഒന്നും കൂടി മിക്സാക്കി കൊടുക്കുക. ഈ റവ ആദ്യം തന്നെ ചേർക്കണം, എന്നാലേ നമുക്ക് റവ നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര അലിഞ്ഞ ഉടൻ തന്നെ റവ ചേർത്തത്. ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 3 ഏലക്ക ഇതേപോലെ കുത്തിയെടുത്തിട്ടുണ്ട്. നിങ്ങൾ പഞ്ചസാര പൊടിക്കുകയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ ചേർത്തിട്ട് പൊടിച്ചാൽ ഏലക്ക നല്ല നൈസായിട്ട് പൊടിഞ്ഞു കിട്ടും. ഇപ്പം ഞാൻ തരിത്തരിപ്പായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിലോട്ട് 1/2 കപ്പ് മൈദാപ്പൊടി ചേർക്കാം. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ചേർക്കാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫോർക്കിൻ്റെ ആവശ്യമില്ല. കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ചും കൂടി മൈദപ്പൊടി ചേർത്തിട്ട് നല്ല ടൈറ്റായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ മൈദയുടെ അളവ് ഞാൻ നിങ്ങൾ മുട്ടയ്ക്കും അതുപോലെ പഞ്ചസാരയ്ക്ക് അളവിനനുസരിച്ചിട്ട് മൈദ എടുത്താൽ മതി കേട്ടോ. അങ്ങനെ സോഫ്റ്റായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ടൈം ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഇതിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 2 പോർഷനാക്കി മാറ്റാം. 2 പോർഷനാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നിനെടുത്തിട്ട് കൗണ്ടർ ടോപ്പിൽ ഇച്ചിരി ഓയിലാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് റോളാക്കി മാറ്റണം. ഉരുട്ടിയിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. തിന്നായിട്ട് ഒന്ന് എടുക്കുക. അങ്ങനെ ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റാം. ഇത്രയും വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി മാറ്റാം. നമുക്ക് ഒരു മുട്ട കൊണ്ട് ഒരു മാസത്തേക്ക് കഴിക്കാനുള്ള സ്നാക്ക് കിട്ടും. അത്രയ്ക്കും കൂടുതൽ കിട്ടുന്നതാണിത്. ഇപ്പോൾ ഇങ്ങനെ മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് കൈവച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇഷ്ടമുള്ള വലിപ്പത്തിലോട്ട് ഒന്ന് വലിച്ചു കൊടുത്തിട്ട് ഇത് ഈ ഷേപ്പാക്കി കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ഒന്ന് വലിച്ചെടുത്തിട്ട് ഈ 2 അറ്റവും ഒന്ന് കൂർപ്പിച്ച് കൊടുക്കാം. ഒന്നും കൂടി കാണിക്കാം. ഇതാ ഇതേപോലെ ആക്കിയെടുക്കാം. എല്ലാം കൂടി ഇതേപോലെ ആക്കിയെടുക്കണം. ബാക്കിയുള്ള ഒരു ഡോവും കൊണ്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം. കൂടുതൽ കാണിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല. ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ചൂടാക്കാൻ വെക്കാം. വെളിച്ചെണ്ണയിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് തീ ഒന്ന് കുറച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം അകത്തുള്ളതൊന്നും വെന്തും കിട്ടില്ല. അതിൻ്റെ പേരിൽ ഓയിൽ നല്ലോണം ചൂടായതിന് ശേഷം തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ളതും കൂടി എല്ലാം ഇട്ട് കൊടുക്കാം. ഉടനെ ഇളക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് മാത്രം ഒന്നിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഒന്ന് കലക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ എല്ലാ സൈഡും ഒരുപോലെ നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഓയിലിട്ടിട്ട് വെന്ത് വരുമ്പോൾ നല്ലോണം വീർത്ത് വരും. അങ്ങനെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് ഇതിനെ കോരി മാറ്റാം ഓയിലിൽ നിന്ന്. ബാക്കിയുള്ളതും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. നല്ലൊരു സ്നാക്കാണ്. തീർച്ചയായും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്.